ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ അണ്ടർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ. ഓക്കെ, ചാപ്റ്റർ 6. നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമാണെങ്കിൽ ചാപ്റ്റർ 11 ആണ്. അതുകൊണ്ടാണ് ചാപ്റ്റർ 11 എന്ന് കൊടുക്കാൻ കാരണം. ഓക്കെ, ഓർഗനൈസേഷൻ അണ്ടർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണയുണ്ടായിരിക്കും. നമ്മൾ 5 ചാപ്റ്ററുകളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു കോപ്പറേഷൻ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്, ദെൻ തേർഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ദെൻ ഫോർത്ത് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ദെൻ ഫിഫ്ത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് 6th ചാപ്റ്ററാണ് ഓർഗനൈസേഷൻ അണ്ടർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. Introduction. Primary agricultural credit societies are not suitable for providing long-term credit. It only provides short-term and medium-term loans as against the mortgage of loans. Okay. അപ്പോൾ പറയുന്ന കാര്യം ഇതാണ്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെല്ലാം എന്താണ്, ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോണുകൾ മാത്രമേ അഗ്രികൾച്ചർ പർപ്പസിനും മറ്റു പർപ്പസിനും ഒക്കെ നൽകിയിരുന്നുള്ളൂ. So this organization, Primary Agricultural Credit Society, is not suitable for providing long-term credit. കാർഷിക മേഖലക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ഷോർട്ട് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയം ടേം ആയിട്ടുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള വായ്പകൾ മാത്രമേ ഇതുവരെയുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെല്ലാം, നമ്മൾ ഇതുവരെ പഠിച്ച പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റികളെല്ലാം നൽകിയിരുന്നുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രൊവൈഡിങ് ലോങ് ടേം ക്രെഡിറ്റ്. ഓക്കെ, ലോങ് ടേമിലേക്കുള്ള ക്രെഡിറ്റ് വായ്പകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഈ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളെല്ലാം പരാജയപ്പെട്ടിരുന്നു. ഓക്കെ, ഇറ്റ് ഓൺലി പ്രൊവൈഡ് മീഡിയം ടേം ആൻഡ് ഷോർട്ട് ടേം ലോൺസ് ആസ് അഗെയിൻസ്റ്റ് ദ മോർട്ട്ഗേജ് ഓഫ് ലാൻഡ് എന്ന ലാൻഡിൻ്റെ ഈടിന്മേൽ എന്താണ് ഷോർട്ട് ടേം ആയിട്ടുള്ള മീഡിയം ടേം ആയിട്ടുള്ള ലോൺ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾ നൽകിയിരുന്നുള്ളൂ. അവിടെയാണ് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ളതല്ലാതെ ലോങ് ടേം ആയിട്ടുള്ള കാർഷിക വായ്പകൾ നൽകുന്ന ഒരു ബാങ്കിൻ്റെ ആവശ്യകത കടന്നു വരുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ലോങ് ടേം ആയിട്ടുള്ള വായ്പകൾ നൽകുന്ന സൊസൈറ്റികളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ അണ്ടർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ, ദീർഘകാലത്തേക്കുള്ള കാർഷിക വായ്പകളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കുക. there should be a need to a separate institution for providing long term loans. അവിടെയാണ് ഇവിടെ പറയുന്നത്, so there should be a need to a separate institution for providing long term loans. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോണുകൾ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ലോങ് ടേം ആയിട്ടുള്ള ലോണുകൾ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യകതയുണ്ട് എന്ന് വരുന്നത്. സോ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൾസോ കാൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അത്തരത്തിൽ ലോങ് ടേം ആയിട്ടുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കോപ്പറേറ്റീവ് മേഖലയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ലോങ് ടേം ആയിട്ടുള്ള കാർഷിക വായ്പകൾ നൽകുന്ന ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, അപ്പോൾ എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് നോക്കുക. ഇവിടെ പറയുന്നത് നോക്കുക, ഷോർട്ട് ഫോം ആയിട്ട് SCARDB എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് SCARDB എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്? ഇറ്റ് ഈസ് എ ഫെഡറേഷൻ ഓഫ് പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനകത്ത് വരുന്ന എല്ലാ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെയും ഒരു ഫെഡറേഷനാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫെഡറേഷൻ ഓഫ്
ഓൾ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനകത്ത് വരുന്ന എല്ലാ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെയും ഒരു ഫെഡറേഷൻ, ഒരു കൂട്ടായ്മയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇറ്റ് ഈസ് എ ഫിനാൻസിങ് ബാങ്ക് ഓഫ് ഓൾ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. എല്ലാ സ്റ്റേറ്റിനകത്ത് വരുന്ന എല്ലാ പ്രൈമറി അഗ്രികൾച്ചറൽ ബാങ്കുകൾക്കും പ്രൈമറി റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്കും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇറ്റ് ഈസ് എ ഫിനാൻസിങ് ബാങ്ക്, വായ്പ നൽകുന്ന ഒരു ബാങ്കാണ് ഓഫ് ഓൾ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. എല്ലാ പ്രൈമറി ലെവലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും ഫിനാൻസ് ആവശ്യമായിട്ടുള്ള വായ്പ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, ഇറ്റ് ഓൺലി ആക്സെപ്റ്റ് ലോങ് ടേം ഡെപ്പോസിറ്റ്. ഇത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ബാങ്ക് ലോങ് ടേം ഡെപ്പോസിറ്റ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ബിക്കോസ് കാരണം എന്താ? ഇറ്റ് ഹാസ് ടു പ്രൊവൈഡ് ഫണ്ട് ഫോർ ലോങ്ങർ പീരിയഡ്. ഈ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ എന്ന് പറയുന്ന ലോൺ കർഷകർക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ലോങ് ടേം ലോണുകളാണ്. അപ്പോൾ ലോങ് ടേം ലോണുകൾ കൊടുക്കണമെങ്കിൽ ലോങ് ടേം ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യണം, അല്ലേ? ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമുള്ളൂ: ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡിങ് ലോൺ, അല്ലേ? ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക, അതിനനുസരിച്ച് ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, ലോൺ കൊടുക്കുക. ഇതാണ് ഒരു ബാങ്കിൻ്റെ പ്രാഥമികമായിട്ട് നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അപ്പോൾ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? സോ ടു ആക്സെപ്റ്റ് ഓൺലി ഇൻ ലോങ് ടേം ഡെപ്പോസിറ്റ്. ലോങ് ടേം ഡെപ്പോസിറ്റ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ലോങ് ടേം ലോണാണ്. ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ലോങ് ടേം ഡെപ്പോസിറ്റ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഒരു ഡെപ്പോസിറ്റ് ചെയ്തൊരു വ്യക്തി എപ്പോൾ വേണമെങ്കിലും പണം വന്ന് ചോദിക്കാം, അല്ലേ? ആ പണം വന്ന് ചോദിക്കുന്ന സമയത്ത് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത പണം നമുക്ക് എപ്പോഴും വിഡ്രോ ചെയ്യാമല്ലോ. അപ്പം ഡെപ്പോസിറ്റ് ചെയ്ത പണം എപ്പോൾ വന്നിട്ടും അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പണം തിരിച്ചു വാങ്ങിക്കാം. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ അപ്പം ബാങ്കിൻ്റെ കയ്യിൽ പണം വേണ്ടി വരും. പക്ഷേ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലോങ് ടേം ആയിട്ടുള്ള ലോണുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ലോങ് ടേം ആയിട്ടുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ബാങ്ക് സോയിറ്റ് ആക്സെപ്റ്റ് ഉള്ളി ലോങ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി ഇതിൻ്റെ മെമ്പർഷിപ്പും ഇത് എവിടെ നിന്നൊക്കെ ഫണ്ട് റൈസ് ചെയ്യുന്നതും രണ്ട് കാര്യം മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെമ്പർഷിപ്പ് നോക്കാം. അടുത്ത ഹെഡിങ് മെമ്പർഷിപ്പ്. ഓക്കെ, ദ മെമ്പർഷിപ്പ് ഈസ് പ്രൊവൈഡഡ് ടു പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ആർക്കാണ്? പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്കാണ് ഇതിലെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻ എ ഫ്യൂ സ്റ്റേറ്റ്, വളരെ ചുരുങ്ങിയ സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആർ ആൾസോ പെർമിറ്റഡ് ടു അക്വയർ ഇറ്റ്സ് മെമ്പർഷിപ്പ് വിത്ത് സർട്ടൻ റെസ്ട്രിക്ഷൻ. ചില റെസ്ട്രിക്ഷനോട് കൂടി, ചില നിയന്ത്രണങ്ങളോട് കൂടിയിട്ട് ചില സ്റ്റേറ്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. നോർമൽ കേസിൽ അതിൻ്റെ 90% എന്താണ് ചെയ്യുന്നത്? സോ ടു പ്രൊവൈഡ് മെമ്പർഷിപ്പ് ഓൺലി ടു പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്ക് തന്നെയാണ് വായ്പ കൊടുക്കുന്നത്. ചില സ്റ്റേറ്റുകളിൽ പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആൾസോ പെർമിറ്റഡ് ടു അക്വയർ ഇറ്റ്സ് മെമ്പർഷിപ്പ് വിത്ത് സർട്ടൻ റെസ്ട്രിക്ഷൻ. ചില നിയന്ത്രണങ്ങളോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനും മെമ്പർഷിപ്പ് നൽകുന്നു എന്ന് പറയുന്നു. ഇതാണ് മെമ്പർഷിപ്പ്. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്ന കാര്യം ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. ഓക്കെ, മാനേജ്മെൻറ്റ് കമ്മിറ്റിയെക്കുറിച്ച് പറയുന്ന ഇതാണ്. ഒന്നാമത്തെ കാര്യം, 3 കാര്യം പറയുന്നുണ്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളെക്കുറിച്ച്. 4 കാര്യങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ കാര്യം 2/3 or 3/4 ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മെമ്പേഴ്സ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നുള്ള മെമ്പർ റെപ്രസെൻറ്റേറ്റീവ് ആണ് 2/3 or 3/4. ഇത്രയും അംഗങ്ങളായി എവിടെ നിന്നായിരിക്കും? ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയിരിക്കും, റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. ഓക്കെ, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിലെ മെമ്പേഴ്സിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ആണ് 2/3 or 3/4 പാർട്ട്. പിന്നീട് അതിൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ വരുന്നതാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ തേർഡ്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഫോർത്ത്, പെയ്ഡ് ഒഫീഷ്യൽ ആർ അപ്പോയിൻറ്റഡ് ടു ഹാൻഡിൽ ദെയർ റൂട്ടീൻ ഓഫീസ് മാറ്റേഴ്സ് എന്നാക്കണം കേട്ടോ. ഹാൻഡിൽ ദ റൂട്ടീൻ ഓഫീസ് മാറ്റേഴ്സ് എന്നാക്കണം. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്.
പെയ്ഡ് ഒഫീഷ്യൽസ് ആർ അപ്പോയിൻറ്റഡ് ടു ഹാൻഡിൽ ദ റൂട്ടീൻ ഓഫീസ് മാറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ദൈനംദിനമായിട്ടുള്ള ഓഫീസ് മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പെയ്ഡ് ഒഫീഷ്യൽസിനെ നിയമിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒഫീഷ്യൽസ് ഉൾക്കൊള്ളും. പെയ്ഡ് ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കും സ്ഥാപനത്തിൻ്റെ ഡേ ബൈ ഡേ ഓപ്പറേഷൻ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പം പെയ്ഡ് ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കും, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടായിരിക്കും, ദെൻ 2/3 or 3/4 ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മെമ്പേഴ്സ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ള ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും 2/3 or 3/4. ഇത്രയും ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി അതിനുണ്ടായിരിക്കും. ഓക്കെ, ദെൻ എവിടെ നിന്നൊക്കെയാണ് ഈ കമ്പനി ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റൈസ് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കുക. 3 തരത്തിലുള്ള കാര്യങ്ങളാണ് ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബാങ്ക് ഉപയോഗിക്കുന്നത്. സോ ഇഷ്യൂയിങ് 3 kinds ഓഫ് ഡിബഞ്ചേഴ്സ്. 3 തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഒന്ന് നോക്കുക, ഓർഡിനറി ഡിബഞ്ചർ ഉണ്ട്, രണ്ടാമത്തെ റൂറൽ ഡിബഞ്ചേഴ്സ് ഉണ്ട്, 3 സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് ആ നോട്ടൊന്ന് അവിടെ ഫില്ല് ചെയ്യണം. ഓർഡിനറി ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ടു ദ ജനറൽ പബ്ലിക്. ഓക്കെ, ബാങ്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനറൽ പബ്ലിക്കിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് സ്വരൂപിക്കുന്നതാണ് അല്ലെങ്കിൽ പണം സ്വരൂപിക്കാൻ ഉപയോഗിക്കുന്ന ഡിബഞ്ചറാണ് ഓർഡിനറി ഡിബഞ്ചർ. ഓക്കെ, സോ ഓർഡിനറി ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ടു ദ ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണ് ഓർഡിനറി ഡിബഞ്ചർ. ദെൻ റൂറൽ ഡിബഞ്ചർ അപ്പോൾ എന്തായിരിക്കും, റൂറൽ പീപ്പിൾസിനായിരിക്കും അല്ലേ. റൂറൽ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ടു ദ റൂറൽ പീപ്പിൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. റൂറൽ പീപ്പിൾസിനും ഇൻസ്റ്റിറ്റ്യൂഷനും ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണ് റൂറൽ ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഓർഡിനറി ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ടു ദ ജനറൽ പബ്ലിക്, റൂറൽ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ടു ദ റൂറൽ പീപ്പിൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇഷ്യൂ ചെയ്യുന്നതാണ്. ദെൻ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ആണ്. സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഇൻ ഓർഡർ ടു റൈസ് ഫണ്ട് ഫോർ ഫിനാൻസിങ് സ്പെഷ്യൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് സ്കീംസ്. ഓക്കെ, സ്പെഷ്യൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് സ്കീംസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചർ. ഓക്കെ, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസിങ് സ്പെഷ്യൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് സ്കീംസ് എന്നാണ്. അപ്പോൾ സ്പെഷ്യൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് സ്കീംസുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അതിനു വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണ് സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചർ. ഒന്നും കൂടെ പറയാം, ഓർഡിനറി ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂയിങ് ഓർഡിനറി പീപ്പിൾസ്. ഓക്കെ, അല്ലെങ്കിൽ ജനറൽ പബ്ലിക്. ദെൻ റൂറൽ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ടു റൂറൽ പീപ്പിൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഇൻ ഓർഡർ ടു റൈസ് ഫണ്ട്സ് ഫോർ ഫിനാൻസിങ് സ്പെഷ്യൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് സ്കീംസ്. ഒരു സ്പെഷ്യൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് സ്കീംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ കേസിൽ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണ് സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചർ. ഇത്തരത്തിലുള്ള 3 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഈ ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ജനറൽ ആയിട്ട് പറയേണ്ട കാര്യം, ലോങ് ടേം ലോണുകൾ, കാർഷിക മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഹെഡിങ് ഓർഗനൈസേഷൻ അണ്ടർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്നാണ്. ലോങ് ടേം വായ്പകൾ കൊടുക്കുന്ന ബാങ്കുകളാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നാമത്തെ അതല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ലെവൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ റേസിംഗ് ഫണ്ട്സ്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ സ്റ്റേറ്റിനകത്തും ഒരു എന്തുണ്ടായിരിക്കും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റിനകത്ത് ലോങ് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റിനകത്തും ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കേരളത്തിലേത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം അതാണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്
സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണ്. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഉള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇതതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇന്ന് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.